ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി ജാനുവരി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ വീഡിയോസ് റെസൊനേറ്റ് ആവാൻ തുടങ്ങും. ആൻഡ് നിങ്ങൾ ഓൾറെഡി ഇത് ചെയ്യേണ്ട വെച്ചാൽ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് താങ്ക് യു. ആൻഡ് ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ് ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ജനറൽ റീഡിങ്സിൽ എന്താ വെച്ചാൽ കുറേ ആൾക്കാരുടെ എനർജീസ് ടാപ്പ് ആവും. അപ്പോൾ ചിലപ്പോൾ ചില സമയത്ത് ചില എനർജീസൊക്കെ മാച്ച് ആവില്ല. പക്ഷെ പേഴ്സണൽ റീഡിങ്ങിൽ അങ്ങനെയല്ല, നിങ്ങളുടെ മാത്രം എനർജി ആകുമ്പോൾ അത് കൂടുതൽ മാച്ച് ചെയ്യും. ആൻഡ് അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇത് ഒരു പെയ്ഡ് റീഡിംഗ് ആയിരിക്കും, ഈ പേഴ്സണൽ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽസ് അയച്ചു തരും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മന്ത്ലി റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് സ്കോർപ്പിയോക്ക് വേണ്ടിയിട്ട് ജാനുവരിയിൽ എന്താ മെസ്സേജസ് പറയണമെന്ന് മന്ത്ലി റീഡിങ്ങിൽ കാണാം. അപ്പോൾ സ്കോർപ്പിയോ, നിങ്ങളുടെ ഓവറോൾ ജാനുവരി മാസത്തിൻ്റെ എന്താണ് എനർജി? നിങ്ങളുടെ ഓവറോൾ എനർജി 7 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിലാണ് സ്ട്രെങ്ത്. നിങ്ങളുടെ കറണ്ട് ജാനുവരി എനർജി 7 ഓഫ് കപ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി 3 ഓഫ് കപ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 4 ഓഫ് വാൻഡ്സ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് 10 ഓഫ് സോഡ്സ്. ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് നിങ്ങൾക്ക് ഈ കാർഡ്. ഇത് നമ്മൾക്ക് എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ 7 ഓഫ് വാൻഡ്സ് നിങ്ങളുടെ ഓവറോൾ എനർജി. 7 ഓഫ് വാൻഡ്സ് ഒരു റെസിസ്റ്റൻസിൻ്റെ എനർജിയാണ്, ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ്, ചാലഞ്ചസ് ആൻഡ് ബ്ലോക്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജാനുവരി മാസത്തിൽ ചില ബ്ലോക്സ് ഉണ്ട്, ചില ചാലഞ്ചസ് ഉണ്ട്. അതിനെ നിങ്ങൾ ഫൈറ്റ് ചെയ്യാനാണ് നോക്കുന്നത്, അതിന് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാനാണ് നോക്കുന്നത്. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യൂല. അപ്പോൾ അത് നല്ല ഒരു കാര്യമാണ്. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാണ്ട് അതിൽ ശ്രമിക്കണു ഈ ചാലഞ്ചസ്, ഈ ബ്ലോക്സിനെയൊക്കെ റിമൂവ് ചെയ്യാൻ, മാറ്റാൻ. 8 ഓഫ് പെൻറ്റക്കിൾസ്, ഈ ബ്ലോക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിലായിരിക്കും കൂടുതൽ ഫേസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് റിലേഷൻഷിപ്സിലും ചില ബ്ലോക്സ് ഞാൻ കാണുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ, ഇല്ല വെച്ചാൽ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ചില ബ്ലോക്സ് ഉണ്ടാവാൻ വഴിയുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ സ്ട്രെങ്ത് ആണ്, ലിയോ എനർജി. അപ്പോൾ പാസ്റ്റിലും നിങ്ങളുടെ ലൈഫിൽ ചില ചാലഞ്ചസ് ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ അതിനെ സ്ട്രോങ് ആയി ഫേസ് ചെയ്തു. നിങ്ങൾ എന്തോ ഒരു ബോൾഡായി ഡിസിഷൻ എടുത്തു പാസ്റ്റിൽ. ആൻഡ് നിങ്ങൾ കുറെ പേഷ്യൻ്റ്ലി ആ ചാലഞ്ചസിനെയൊക്കെ ഫേസ് ചെയ്തു. ഈ സ്ട്രെങ്ത് എന്താണ് ഇവിടെ? ക്വീൻ ഓഫ് വാൻഡ്സ് ആൻഡ് ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇവിടെയും ഞാൻ കാണുന്നത് ഒരു വേറെ ഒരു പേഴ്സൻ്റെ എനർജിയാണ്, ഒരു ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൺ നിങ്ങളുടെ വർക്ക് കരിയറിൽ കലീഗായിരിക്കാം, ഇല്ല വെച്ചാൽ നിങ്ങളുടെ അറിയണ ആരോ ആയിരിക്കാം. ഒരു ഫെമിനിൻ എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. പക്ഷെ ഈ പേഴ്സന്റെ കൂടെ നിങ്ങളുടെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ചില ചാലഞ്ചസ് ഉണ്ടായിരുന്നു. മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായി. നിങ്ങളുടെ കറണ്ട് എനർജിയിൽ 7 ഓഫ് കപ്സ് ആണ്. അപ്പോൾ 7 ഓഫ് കപ്സ് ആദ്യം ഒരു കൺഫ്യൂഷൻ്റെ എനർജിയാണ്. കുറെ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കൺഫ്യൂഷൻ, ഒരു ക്ലാരിറ്റി ഇല്ല, കുറെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. 7 ഓഫ് കപ്സ് ഇവിടെ എന്താണ്? 9 ഓഫ് വാൻഡ്സ് ആൻഡ് സൺ. അപ്പൊ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. നിങ്ങൾക്ക് ഓപ്ഷൻസ് കുറെ ഉണ്ട്, ചോയ്സസ് കുറെ ഉണ്ട്, പക്ഷെ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ ഒരു പേടി. എന്നുവെച്ചാൽ നിങ്ങൾ മുമ്പും ഹേർട്ട് ആയിട്ടുണ്ട്, ഡിസപ്പോയിന്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യം അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കണം എന്നില്ല. അത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നെഗറ്റീവായി എഫക്റ്റ് ചെയ്താൽ അത് ആദ്യം പിന്നെ നിങ്ങൾക്ക് അതിന് പുറത്തു വരാൻ കുറെ വിഷമാവും. അപ്പോൾ അതിൻ്റെ പേടി കാരണം നിങ്ങൾ എന്തോ ഒരു ചോയ്സ് ഉണ്ടാക്കണില്ല, ഒരു ഡിസിഷൻ എടുക്കണില്ല,
മുമ്പോട്ട് പോണില്ല. പക്ഷെ ഇവിടെ ആ ക്ലാരിറ്റി നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്, ആ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ ഞാനൊരു എബണ്ടന്റ് എനർജിയാണ് കാണുന്നത്. ഫ്യൂച്ചറിൽ ഈ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി മാറിയിട്ട് നിങ്ങളൊരു സെലിബ്രേഷൻ്റെ മൂഡിലാണ്. അപ്പോൾ എന്തോ നിങ്ങൾ ഫ്യൂച്ചറിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. 3 of Cups. അപ്പോൾ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ എന്തോ എൻഡിങ് ആൻഡ് പുതിയ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഡെത്ത് സ്കോർപ്പിയോ എനർജി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കംപ്ലീഷൻ ആയിട്ട് ഒരു പുതിയ ഫേസ്, ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ആ പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഒരു അബണ്ടൻസ് കൊണ്ടുവരുന്നുണ്ട്, ഹാപ്പിനെസ് ആണ് കൊണ്ടുവരണേ. ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് ജാനുവരി മാസത്തിൽ ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ വീടിൻ്റെ കാര്യം എന്തോ ആണ്. ഓക്കെ, ഒരു സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ് നിങ്ങൾക്ക് ചാലഞ്ച് ആവണേ. നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഫീൽ ആവണില്ല. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് വീടിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാവാം. ഓക്കെ, വീട് വാങ്ങിക്കാനുള്ള പ്രശ്നമായിരിക്കാം, ഇല്ല എന്തെങ്കിലും ഹൗസ് റിലേറ്റഡ് പ്രശ്നം. ഓക്കെ, പേജ് ഓഫ് കപ്സ്. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്, ഒരു പുതിയ റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നുണ്ട്, ഒരു അപ്പോളജി വരണ എനർജി കാണുന്നുണ്ട്. ആദ്യം ഇവിടെ ഒരു ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സന്റെ കൂടെ നിങ്ങളുടെ ഒരു ഫാമിലി ഉണ്ട് വെച്ചാൽ, ഇല്ല നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ എന്തോ ഈ റിലേഷൻഷിപ്പിൽ ശരിയല്ല. ഓക്കെ, അത് ഇവിടെ ചാലഞ്ച് ആയിട്ടാണ് കാണുന്നത്. ഈ റിലേഷൻഷിപ്പ് തന്നെ ചാലഞ്ചിങ് ആണ് ഈ മാസം. 10 of Swords ആണ് അഡ്വൈസ്. അപ്പോൾ അഡ്വൈസ് ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്യുന്നുണ്ട്. ആ എൻഡിങ്ങിനെ നിങ്ങൾ ഹീൽ ചെയ്തിട്ട് മുമ്പോട്ട് പോവുക. അതാണ് ഇവിടെ അഡ്വൈസ് ഉള്ളത്. എന്നുവെച്ചാൽ ഇവിടെ ഈ സിറ്റുവേഷൻ ഇപ്പോൾ കംപ്ലീറ്റ്ലി ക്ലോസ് ഔട്ട് ആയിരിക്കണം. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല ഈ സിറ്റുവേഷനിൽ. ഇത് ഒരു എൻഡിങ് ആണ്, ഒരു ഫൈനൽ എൻഡിങ് ആണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു റീകൺസിലിയേഷന്റെ വഴിയില്ല. അപ്പോൾ ഈ സിറ്റുവേഷനെ നിങ്ങൾ ഡീൽ ചെയ്തിട്ട് ഹീൽ ചെയ്തിട്ട് മുമ്പോട്ട് പോവുക, ഹീൽ ചെയ്യാൻ നോക്കുക. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ കുറെ അബണ്ടൻസ് ആണ് ആൻഡ് ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ്, ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ഒരു റൊമാൻറ്റിക് എനർജിയാണ്. ഈ മാസം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി ഒരു പുതിയ ക്രഷ്, ഒരു പുതിയ ഇൻഫാച്യുവേഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. കുറെ ആൾക്കാർ നെഗറ്റീവായി നിങ്ങളെ തകർക്കാൻ നോക്കും. പക്ഷെ ഇതൊക്കെ ചെയ്യണ, ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണ ആൾക്കാരുടെ ട്രൂ ഫേസും നിങ്ങൾക്ക് കാണാൻ പറ്റും. പറഞ്ഞാൽ ഇവർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവരൊക്കെ മുമ്പേ നിങ്ങളെ അറിയാണ്ട് എന്തോ നെഗറ്റീവായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങളെ കുറിച്ച് നെഗറ്റീവായി കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ മാസം നിങ്ങൾക്ക് അതൊക്കെ ക്ലിയർ ആവും. ഇവർ ആരാണ് നിങ്ങളുടെ അഗൻസ്റ്റ് ആയിട്ട് നിൽക്കണത്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവരുടെ ട്രൂ ഫേസ് എക്സ്പോസ് ആവാൻ പോകുന്നുണ്ട് ഈ മാസം. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 of Swords. ഈ മാസം ഞാൻ പറഞ്ഞ മാതിരി ഹീലിംഗിന്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. സെപ്പറേഷൻ ഉണ്ട് ഇവിടെ, പക്ഷെ ഹീലിംഗ് ഉണ്ട്. നിങ്ങളുടെ കാര്യങ്ങളാണ് പ്രയോറിറ്റൈസ് ചെയ്യണത്. നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണത്. വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങൾ ഇപ്പോൾ ഫീൽ ചെയ്യണ പെയിൻ, ആ ഡിസപ്പോയിൻമെന്റ്, അതൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ അത് നിങ്ങൾ ഫീൽ ചെയ്യില്ല. അങ്ങനെ പറഞ്ഞാൽ അത്രയും ഹേർട്ട് ഉള്ളത് ഇപ്പോൾ അത് ഫ്യൂച്ചറിൽ ഉണ്ടാവില്ല. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഈ സമയം മാറുമ്പോൾ നിങ്ങളുടെ ആ പെയിൻ, നിങ്ങളുടെ ആ ഡിസപ്പോയിൻമെന്റ് അതൊക്കെ കുറയും. ഇത് ഇങ്ങനത്തെ ഒരു പെയിൻ നിങ്ങൾ എപ്പോഴും ഫീൽ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ കുറച്ച് സമയം എടുക്കുക ഹീൽ ചെയ്യാൻ. ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്താ ഇഷ്ടം വെച്ചാൽ അത് ചെയ്യുക. നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി, പേരൻസ്, കുട്ടികൾ, അവരുടെ മുകളിൽ ഫോക്കസ് ചെയ്യുക. ഇവിടെ ഡെഫിനറ്റ്ലി ഞാനൊരു ലവ് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്. പക്ഷെ ഈ സമയം ഹീൽ ചെയ്യാൻ നോക്കുക, മൂവ് ഓൺ ചെയ്യാൻ നോക്കുക. ആൻഡ് മുമ്പോട്ട് പോകുമ്പോൾ ഇതൊക്കെ, ഈ അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറക്കിൾ മെസ്സേജസ് ഇവിടെ?
ഒറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം ഫോർ ഹീലിംഗ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഹീലിംഗ് ആണ് ഏറ്റവും വലിയ മെസ്സേജ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കോർപ്പിയോ. ആൻഡ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് മന്ത്ലി ജാനുവരി മെസ്സേജ്. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഒരു പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നിട്ട്. ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.